റോസി 1965 ജൂൺ 4-ന് പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് റോസി. പി എൻ മേനോൻ്റെ കഥ, തിരക്കഥ എം കെ മണി, സംഭാഷണം പി ജെ ആൻ്റണി. മണിസ്വാമി നിർമ്മാതാവ്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോബ്, പാടിയവർ യേശുദാസ്, കെ പി ഉദയഭാനു, എൽ ആർ ഈശ്വരി, പി ലീല. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പി ജെ ആൻ്റണി തോമ, കവിയൂർ പൊന്നമ്മ റോസി, പ്രേം നസീർ സലിം, വിജയ നിർമ്മല നബീസ, ടി എസ് മുത്തയ്യ ഔസേപ്പ്, തിക്കുറിശി ശങ്കരൻ നായർ, ടി കെ ചെല്ലപ്പൻ കാസിം. ഛായാഗ്രഹണം ഇ എൻ ബാലകൃഷ്ണൻ, സംവിധാനം പി എൻ മേനോൻ. കലാ സംവിധായകനായി മാത്രം പ്രവർത്തിച്ചു വന്ന പി എൻ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് റോസി. സംഗീത സംവിധായകനായ ജോബിന് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്ക് വെള്ളം എന്ന ഒറ്റ ഗാനം കൊണ്ട് തന്നെ ബ്രേക്ക് ലഭിച്ചു. യേശുദാസിനും വമ്പൻ ബ്രേക്കായി ഈ ഗാനം. താരവ്യവസ്ഥകളെ മാറ്റിമറിച്ച് സൗന്ദര്യത്തിനല്ല, കഥാപാത്ര ആവിഷ്കരണത്തിനാണ് ഈ ചിത്രം മുൻതൂക്കം നൽകിയത്. പ്രേം നസീർ ഇതിൽ ഒരു സഹനടൻ മാത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് കവിയൂർ പൊന്നമ്മ മണിസ്വാമിയുമായി സ്നേഹത്തിലാകുന്നതും വിവാഹിതരാകുന്നതും. ഇതെല്ലാം ഈ ചിത്രത്തിൻ്റെ പ്രത്യേക വിശേഷങ്ങളാണ്. കഥ: ഔസേപ്പിൻ്റെ കൂടെ താമസിക്കുന്ന ആളാണ് തോമ. ഔസേപ്പിൻ്റെ മകളാണ് റോസി. തോമയും റോസിയും പ്രണയത്തിലായി. വിവാഹം ഒരു വിദൂര സ്വപ്നമായേക്കുമെന്ന് തോന്നിയപ്പോൾ അയൽവാസിയായ കാസിം രംഗത്തെത്തി. അയാൾ റോസിക്ക് വേണ്ടി നിലകൊണ്ടു സംസാരിച്ചു. കാസിമിന് ഒരു മകളുണ്ട്, നബീസ. നബീസയുടെ കാമുകനാണ് സലിം. സലീമും റോസിക്ക് പിന്തുണ നൽകി. ഒടുവിൽ ഔസേപ്പ് റോസി തോമ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം നടന്നു. വധൂവരന്മാർ അടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലേക്ക് പുതു കുടുംബജീവിതത്തിനായി കുടിയേറി. എന്നാൽ തോമയ്ക്കെപ്പോഴും പോലീസ് എന്നത് ഭീതിതമായ കാര്യമാണ്. പോലീസിനെ അയാൾ ഭയന്നുകൊണ്ടേയിരുന്നു. അതിനു പിന്നിൽ മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്, അയാളുടെ പൂർവ്വചരിത്ര കഥ. ഒരിക്കൽ തോമയുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ വന്ന മുതലാളിയുമായി തോമയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. മുതലാളി മരിച്ചു. ആ ഏറ്റുമുട്ടലായിരുന്നില്ല മരണത്തിന് കാരണമെങ്കിലും കൊലക്കുറ്റം വന്ന് പെട്ടത് തോമയുടെ തലയിലാണ്. ഏത് നിമിഷവും പോലീസ് തന്നെ പിടികൂടുമെന്ന് അയാൾ ഭയന്നു. റോസി ഇപ്പോൾ ഗർഭിണിയാണ്. അതിൻ്റേതായ അവശതയും വിവശതയും അവൾക്കുണ്ട്. എന്നാൽ കുറ്റാരോപിതനായ തോമയെ പോലീസുകാരനായ ശങ്കരൻ നായർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഏതവസ്ഥയിലായാലും പരിചയക്കാരനാണെങ്കിലും കൃത്യനിർവഹണം നടത്തിയല്ലേ പറ്റൂ. റോസി പ്രസവിച്ചു. ആ പ്രസവത്തോടെ അവൾ മരിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ പശ്ചാത്തലമാകുമ്പോൾ തോമയെ കൊണ്ടുപോകുന്ന പോലീസ് ജീപ്പ് അകന്നു പോകുന്ന കാഴ്ചയിൽ സിനിമ അവസാനിക്കുന്നു. യഥാതഥമായ സംഭവ ചിത്രീകരണം കൊണ്ടും വാതിൽപ്പുറ കാഴ്ചകളുടെ മനോഹാരിത കൊണ്ടും ഈ ചിത്രം വ്യത്യസ്തത പുലർത്തി.